ഹായ്, എയിം സ്റ്റഡീസ് എന്നതിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന് എഴുതിക്കോളൂ. പെട്ടെന്ന് പോവാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് ഡിസ്കസ് ചെയ്യാണ്ട് കേട്ടോ. എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന ഒരു രോഗം. ഏതാണ് ആൻസർ വരിക? ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി, ഡിഫ്തീരിയ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം. ഏതാണ് ബാധിക്കുക? ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം കരളാണ് അല്ലെ? കരളല്ല ആൻസർ. വൈറസ് മൂലമാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കേട്ടോ. വൈറസ് മൂലമാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നതും കൂടെ ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത്, വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളായി ഫംഗസുകൾ ത്വക്കിലുണ്ടാക്കുന്ന രോഗം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി, വട്ടച്ചൊറി അല്ലേ? അതുപോലെ ചുണങ്ങ്, പുഴുക്കടി, ആണി രോഗം, ഇതെല്ലാം എന്താണ്? ഫംഗസ് രോഗമാണ്. അതുപോലെ തന്നെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ത്വക്ക് രോഗമാണ് ഏത്? വട്ടച്ചൊറി. ഫംഗസ് ബാധിക്കുന്ന ഏതിനെയാണ്? ത്വക്കിനെയാണ് കേട്ടോ. ഫംഗസ് ബാധിക്കുന്ന ഏതിനെയാണ് ചോദിച്ചിട്ടുണ്ട്, ത്വക്കിനെയാണ്. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഏതാണ്? ഈ വട്ടച്ചൊറി ബാധിക്കുന്നുണ്ട് കേട്ടോ, അന്ന് ഓർത്തു വെക്കുക. അടുത്ത നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഏതാണ് ആൻസർ വരിക? താഴെ പറയുന്നതിൽ ശരിയായത് ഓപ്ഷൻ എ ആണ് അല്ലെ? ഓപ്ഷൻ എ ആണ് താഴെ പറയുന്നവിൽ ശരിയായത് അല്ലെ? എങ്ങനെയാണ്? ലോക പ്രമേയ ദിനം എപ്പോഴാണ്? നവംബർ 14th അല്ലെ? ചിൽഡ്രൻസ് ഡേ ദിവസം. ദെൻ ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. ലോക രക്തദാന ദിനമാണ് ജൂൺ 17. അതുപോലെ ലോക മലേറിയ ദിനമാണ് ഏപ്രിൽ 25. കിട്ടിയോ? ലോക പ്രമേയത്തിന്റെ ലോഗോ ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ലോഗോ? ലോക പ്രമേയത്തിന്റെ ലോഗോ ആണ് നീലവൃത്തം ട്ടോ. നീലവൃത്തമാണ് പ്രമേയത്തിന്റെ ലോഗോ. ഏതിന്റെയാണ്? പ്രമേയത്തിന്റെ ലോഗോ മനസ്സിലാക്കി വെക്കുക. നീല വൃത്തമാണ്. അതുപോലെ പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന എന്താണ്? പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് അസ്പാർട്ടം. എന്താണ്? അസ്പാർട്ടം ട്ടോ. അസ്പാർട്ടം. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ വകുപ്പ് പദ്ധതി ഏതാണ്? പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്നതാണ് വയോമധുരം. ഏതാണ്? വയോമധുരം. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ടൈപ്പ് 1 പ്രമേയം 2 തരമല്ലേ? ടൈപ്പ് 1 പ്രമേയം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി സാമൂഹ്യ വകുപ്പും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി. ഏതാണ്? മിഠായി. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? അപ്പൊ പ്രമേയത്തിന്റെ ലോഗോ നീലവൃത്തമാണെന്ന് മനസ്സിലായി. അപ്പൊ അതുപോലെ തന്നെ ക്ഷയത്തെ കുറിച്ച് എന്തൊക്കെയാ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തേ. ക്ഷയം എന്താണ്? ക്ഷയത്തെ കുറിച്ച് അറിയുന്ന കാര്യം ഏത് രോഗാണുവാണ്? ഏത് ബാക്ടീരിയ ആണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ് ക്ഷയത്തെ കുറിച്ച്. ക്ഷയരോഗം മുഖ്യമായിട്ട് എവിടെയാ ബാധിക്കുക? ക്ഷയം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ക്ഷയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതെ. അതുപോലെ തന്നെ ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന എന്താണ്? ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകളാണ്. ഏതാണ്? ആന്റിബയോട്ടിക്കുകളാണ്. ക്ഷയരോഗം തടയുന്നത് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ആണ് ഏതാണ്? BCG അല്ലെ? ജനിച്ച ഉടനെ നമുക്ക് കുത്തിവെക്കുന്നത് BCG. അതുപോലെ തന്നെ ഏതൊക്കെ ടെസ്റ്റുകൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ടെസ്റ്റുകൾ? പറയാ. ടെസ്റ്റ് ഏതൊക്കെയാണ്? ടൈൻ ടെസ്റ്റ്, അതുപോലെ തന്നെ മോണ്ടോക്സ് ടെസ്റ്റ് അല്ലെ? മോണ്ടോക്സ് ടെസ്റ്റ്, പിന്നെ TST ട്യൂബർക്ലോസസ് സ്കിൻ ടെസ്റ്റും കൂടിയാണ് ക്ഷയത്തെ ബാധിക്കുന്നത്. കിട്ടിയോ? അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ക്ഷയവുമായിട്ട് ബന്ധപ്പെട്ടത് മനസ്സിലായില്ലേ? എല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ ലോക ആരോഗ്യ ദിനത്തിന്റെ
2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം 24 കറണ്ട് അഫയർ. എന്റെ ആരോഗ്യം എന്റെ അവകാശം. എന്റെ ആരോഗ്യം എന്റെ അവകാശമാണ്. ഓർത്തു വെക്കുക, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. എന്റെ ആരോഗ്യം എന്റെ അവകാശം. 2023 ആണെങ്കിൽ എല്ലാവർക്കും ആരോഗ്യം എന്നാണ് കേട്ടോ. 2023 ആണെങ്കിൽ എല്ലാവർക്കും ആരോഗ്യം. കിട്ടിയോ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? രക്തദാന ദിനം നമ്മൾ പറഞ്ഞു അല്ലെ. രക്തദാന ദിനം എപ്പോ മുതൽ ആചരിക്കുന്നത്? രക്തദാന ദിനം 2004 മുതലാണ് ആചരിക്കുന്നത്. കഴിഞ്ഞ മാസം ഒരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. 2004 മുതൽ ആചരിക്കുന്നു. 2023 രക്തദാനത്തിന്റെ തീം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഈ കഴിഞ്ഞ റീസെന്റ് ആയിട്ട് പറഞ്ഞത് ഏതായിരുന്നു? 2023 രക്തദാനത്തിന്റെ തീമാണ് രക്തം നൽകുക, പ്ലാസ്മ നൽകുക, ജീവൻ പങ്കിടുക, കൂടെ കൂടെ പങ്കിടുക. എന്താണ് ഒരു കൂടെ പറയൂ? രക്തം നൽകുക, പ്ലാസ്മ നൽകുക, ജീവൻ പങ്കിടുക, കൂടെ കൂടെ പങ്കിടുക. കിട്ടിയോ? 2023 തീം എന്താണ്? രക്തദാനത്തിന്റെ രക്തം നൽകുക, പ്ലാസ്മ നൽകുക, ജീവൻ പങ്കിടുക, കൂടെ കൂടെ പങ്കിടുക. സെറ്റ് അല്ലേ? അടുത്ത് മലേറിയ ദിനം എന്താണ്? പ്രോട്ടോസോവ മൂലമാണ് മലേറിയ ഉണ്ടാകാന്ന് എല്ലാവർക്കും അറിയാം. മലേറിയയുടെ രോഗകാരി ഏതാണ്? മലേറിയ പ്ലാസ്മോഡിയം അല്ലെ? പ്ലാസ്മോഡിയം ആണെന്ന് ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സെറ്റ് ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. കറണ്ട് അഫയേഴ്സ് എല്ലാം ഓർത്തു വെക്കുക കേട്ടോ. പഠിച്ചിട്ട് പോയാൽ മതി നമ്മള്. അടുത്ത് 5ാമത്തെ ചോദ്യം. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന വിലയിരുത്തുക. ഏതാണ് ആൻസർ? താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന വിലയിരുത്തുക. ഏതാണ് ശരി? ഓപ്ഷൻ ബി 1ഉം 3ഉം ആണ് ശരി. ഇതും ശരിയാണ്, ഇതും ശരിയാണ്. ഇത് വായുവിലൂടെയാണോ? ഇത് തെറ്റല്ലേ? തെറ്റല്ലേ? എങ്ങനെയാ പകരുക? എലിപ്പനി എങ്ങനെയാ പകരുക? ജലത്തിലൂടെയാണ് കേട്ടാ. എലിപ്പനി എങ്ങനെയാ പകരുക? ജലത്തിലൂടെയാണ് പകരുക. ഓർത്തു വെക്കുക. ആറാമത്തെ ചോദ്യം. ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായി രക്തമുണ്ടാകുന്ന അവസ്ഥ ഏതാണ്? ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായി രക്തമുണ്ടാവുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഓപ്ഷൻ എ ഹീമോഫീലിയ അല്ലെ? ഓപ്ഷൻ എ ഹീമോഫീലിയ. ഓക്കെ, ലോക ഹീമോഫീലിയ ദിനം എപ്പോഴാണ്? ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 അല്ലെ? ഏപ്രിൽ 17. പിന്നെ ജീവകം കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. ജീവകം ഏതാണ്? കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ഹീമോഫീലിയ. പഠിച്ചു വെച്ചോളൂ, മറന്നു പോവരുത്. അടുത്ത് 7ാമത്തെ ചോദ്യം. താഴെ പറയുന്നവിൽ തെറ്റായ പ്രസ്താവന വിലയിരുത്തുക. താഴെ പറയുന്നവിൽ തെറ്റായ പ്രസ്താവന വിലയിരുത്തുക. ഏതാണ് ആൻസർ? ഏതൊക്കെയാ ശരി നോക്ക്. നിങ്ങൾ ഓപ്ഷൻസ് നോക്കണ്ട. ഏതൊക്കെയാ ശരിയാണ്? ഓപ്ഷൻ എ അല്ലെ? 1ഉം 2ഉം തെറ്റാണ്. ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. 3ഉം 4ഉം മാത്രമാണ് ശരി അല്ലേ? എങ്ങനെയാണ്? എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മ ജീവിയാണ് ബാക്ടീരിയ. ബാക്ടീരിയ ആണോ? അല്ല അല്ലെ? എയ്ഡ്സ് ഏതാണ്? വൈറസ് അല്ലേ? അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ സ്പർശനം, ഹസ്തദാനം, ചുമ എന്നിവയിലൂടെ എയ്ഡ്സ് പകരുന്നു. എയ്ഡ്സ് അങ്ങനെയാണോ പകരുന്നത്? എങ്ങനെയാ പകരുക? 1 സെക്ഷൽ കോണ്ടാക്ട്, 2 HIV ബാധിതരായ അമ്മയിൽ നിന്നും ശിശുവിലേക്ക്, ഗർഭസ്ഥ ശിശുവിലേക്ക്, 3 എന്താണ്? HIV അടങ്ങിയ രക്തമോ അവയവങ്ങളോ ദാനം ചെയ്യുന്നതിലൂടെയും നമുക്ക് എയ്ഡ്സ് പകരുന്നു. അതുപോലെ തന്നെ എയ്ഡ്സിന്റെ ചിഹ്നം എന്താണ്? എയ്ഡ്സിന്റെ ചിഹ്നം റെഡ് റിബൺ. ആരാണ് രൂപകൽപ്പന ചെയ്ത്? വിഷ്വൽ എയ്ഡ്സ്. ആരാണ്? വിഷ്വൽ എയ്ഡ്സ്. എയ്ഡ്സ് ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? എയ്ഡ്സ് ആരാണ്? ലൂക്ക് മൊണ്ടൈനർ. ലൂക്ക് മൊണ്ടൈനർ ആണ് HIV വൈറസ് ആദ്യമായി കണ്ടെത്തിയത്. അതുപോലെ തന്നെ എയ്ഡ്സ്
ബാധിരാം ഒക്കെ അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്ക 1981. ഇന്ത്യയിലാണെങ്കിലോ ചെന്നൈയിലാണ് അല്ലെ, ചെന്നൈയിലാണ് അല്ലെ, ചെന്നൈയിൽ. കേരളത്തിലാണെങ്കിൽ പത്തനംതിട്ട, കേരളത്തിലാണെങ്കിൽ പത്തനംതിട്ട എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പിന്നെ എയ്ഡ്സിന് ആ പേര് നൽകിയ വർഷം ചോദിച്ചിട്ടുണ്ട്. എയ്ഡ്സിന് ആ പേര് നൽകിയ വർഷം ഏതാണ്? 1982. 1982 എയ്ഡ്സിന് ആ പേര് നൽകിയ വർഷം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ. അടുത്ത 8ാമത്തെ ചോദ്യം, രോഗാണുക്കളെ നശിപ്പിക്കുന്ന കണ്ണ് ഉൽപ്പാദിപ്പിക്കുന്ന ശരീരസ്രവം. രോഗാണുക്കളെ നശിപ്പിക്കുന്ന കണ്ണ് ഉൽപ്പാദിപ്പിക്കുന്ന ശരീരസ്രവം ഏതാണ്? ഓപ്ഷൻ എ ലൈസോസൈം ആണ് അല്ലെ. അപ്പൊ ഈ HCl എന്താണ്? HCl എന്താണ് ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞോ. HCl എന്താണ്? രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ശരീരസ്രവമാണ് HCl. കിട്ടിയോ? ദെൻ കർണമിഴുക്ക് എന്താണ്? കർണമെഴുക്ക് രോഗാണുക്കളുടെ പ്രവേശനം തടയാൻ, മനസ്സിലായോ? രോഗാണുക്കളുടെ പ്രവേശനം തടയാൻ ചെവിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവമാണ് കർണമിഴുക്ക്. കിട്ടിയോ? അപ്പൊ HCl ചോദിച്ചാൽ ആമാശയാണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ. അടുത്ത് 9ാമത്തെ ചോദ്യം, രോഗാണുക്കളെ താഴെ പറയുന്നവിൽ ന്യൂട്രോഫിലിന്റെ ധർമ്മം ഏതാണ്? താഴെ പറയുന്നവിൽ ന്യൂട്രോഫിലിന്റെ ധർമ്മം ഏതാണ്? ന്യൂട്രോഫിലിന്റെ ധർമ്മം ഏതാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് അല്ലെ. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, അതുപോലെ ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തു നിർമ്മിക്കുന്നു. അപ്പോ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നത് ഏതാണ്? രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നത് ഏതാണ്? ലിംഫോസൈറ്റ് ആണ് കേട്ടോ. ലിംഫോസൈറ്റ് ആണ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നത്. എങ്കിൽ ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്ന ആരാണ്? ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്ന ആരാണ്? ബേസോഫിൽ. ഓർത്തു വെക്കുക, ബേസോഫിൽ. ഉറപ്പായിട്ടും ഇങ്ങനെ ചോദ്യം ഉണ്ടാവും. അതുപോലെ തന്നെ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന ഏതാണ്? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന ഏതാണ്? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഈസിനോഫിൽ. അതാണ് ഈസിനോഫിൽ. എന്നോടൊപ്പം നിങ്ങൾ പഠിച്ചു പോണേ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഓക്കെ. ഞാൻ ഇത്രയും മാറി നിൽക്കുന്ന നിങ്ങൾ കാണാൻ വേണ്ടിയാണ് കേട്ടോ. അടുത്ത് 10ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന ശരിയായത് ഏതെല്ലാം എന്ന് പരിശോധിച്ച് കണ്ടെത്തുക. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക വേണ്ട, ഏതൊക്കെയാണ് ശരിയെന്ന് മാത്രം നോക്കിയാൽ മതി. താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സ്വയം ആൻസർ കണ്ടുപിടിക്കുക. ഏതാണ് ശരി? 1, 3, 2, 3 ശരി. 4 തെറ്റല്ലേ? നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണോ വൃക്കയും കരളും? വൃക്കയും കരളും നാഡീവ്യവസ്ഥ പ്രധാന ഭാഗങ്ങളാണോ? അല്ല. ബാക്കി 3 എന്താണ്? ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ 1, 2, 3 ശരി, 4 തെറ്റ്. കിട്ടിയോ? അടുത്ത് 11ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവിൽ സാംക്രമിക രോഗം ഏതാണ്? താഴെ പറഞ്ഞിരിക്കുന്നവിൽ സാംക്രമിക രോഗം ഏതാണ്? ഇതൊക്കെ അറിയാം അല്ലെ? ഏതാണ്? ഓപ്ഷൻ ബി ഹൃദയാഘാതം അല്ലേ? അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തസ്രാവം ഉണ്ടാകാറുള്ള സമയം ഏതാ വരിക? ഞാൻ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല, ആൻസർ കൊടുത്തിട്ടില്ല. 4 ഓപ്ഷൻസ് നോക്കുക. ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ നോക്കുക. ഏതാണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ?
ഓപ്ഷൻ എ ആണ് 2 മുതൽ 7 മിനിറ്റ് വരെ. അപ്പൊ 8 മുതൽ 12 മിനിറ്റിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു? 8 മുതൽ 12 മിനിറ്റിനുള്ളിൽ മനുഷ്യരിൽ മുറിവുണ്ടാകാൻ നോർമലി രക്തം കട്ട പിടിക്കുന്ന സമയം ട്ടോ. മനുഷ്യരിൽ മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നോർമലി രക്തം കട്ട പിടിക്കുന്ന സമയമാണ് 8 മുതൽ 15 മിനിറ്റ് വരെ. കിട്ടിയോ? അടുത്ത ചോദ്യം, വായുവിലൂടെ പകരുന്ന രോഗമാണ് ഡാഷ്. ഏതാണ് നോക്കുക? ഏതാണ് ആൻസർ? ജലദോഷമാണ് അല്ലെ? ജലദോഷമല്ലേ? എങ്ങനെയാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ജലദോഷം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ജലദോഷം. ഓക്കെ, അടുത്ത 14ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗം കണ്ടെത്തുക. ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ് അല്ലെ? 1ഉം 3ഉം ആണ് ആൻസർ. ഇപ്പൊ ഏതാ രോഗകാരി? ഏതാണ്? ക്ഷയത്തിന്റെ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്നാണ് അല്ലെ? പിന്നെ ടൈഫോയിഡിന്റെ ആണെങ്കിലോ? ടൈഫോയിഡ് സാൽമൊണല്ല ടൈഫി അല്ലേ? ദെൻ ചിക്കൻ പോക്സ് ആണെങ്കിൽ ചിക്കൻ പോക്സ് വേരിസല്ല. നിങ്ങൾ പറ. സോസ്റ്റർ. എന്നോടൊപ്പം പറഞ്ഞു പോകണം കേട്ടോ. സോസ്റ്റർ. എലിപ്പനി ആണെങ്കിൽ ലെപ്റ്റോസ്പൈറോ ഇക്ടോ ഹെമറോജിക്ക. ലെപ്റ്റോസ്പൈറോ അല്ലേ? ഓക്കെ, അടുത്ത 15ാമത്തെ ചോദ്യം, പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്ന ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതും ആണ്? ഏതാണ്? ഇതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ? ഏതാണ് പ്രമേയം? നമ്മളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നീലവൃത്തം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നവംബർ 14 ആണ് പറഞ്ഞു. ഏതാണ് ആൻസർ? പ്രമേയം ഏതാണ്? ഓപ്ഷൻ എ, ഇൻസുലിൻ. കിട്ടിയോ? 16ാമത്തെ ചോദ്യം, കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്നത് അറ്റ്ലസ് ഫുട്ട് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത്? പാദമാണ് കേട്ടോ. സൂക്ഷ്മജീവി ഏതാണ്? സൂക്ഷ്മജീവി? പറ. ഏതാണ് മക്കള്? ഫംഗസ് ആണ് അല്ലെ? ഫംഗസ് ആണ്. നമ്മൾ അപ്പോഴേ പറഞ്ഞു അല്ലെ? വട്ടച്ചൊറിയും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇമ്പോർട്ടന്റ് ആണ്. 17, നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ? ഓപ്ഷൻ ഡി അല്ലെ? ഓപ്ഷൻ ഡി, എലീസയാണ് ആൻസർ. അപ്പൊ ഹൃദയം എന്താണ്? അതും കൂടെ പഠിച്ചു പോവാം നമുക്ക്. ഏതാണ് ഹൃദയം? നവജാത ശിശു മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ സൗജന്യ ചികിത്സയാണ് കേട്ടോ. നവജാത ശിശു മുതൽ 18 വയസ്സ് വരെ കുട്ടികൾക്ക് ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖം ഉണ്ടെങ്കിൽ, ഹൃദയവാൽവ് തകരാറ് അങ്ങനെ അസുഖം ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള സൗജന്യ ചികിത്സയാണ് ഇത്. ദെൻ താലോലം എന്താണ്? താലോലം വിട്ടുമാറാത്ത രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യമായി നൽകുന്ന ചികിത്സയാണ് താലോലം. ഓക്കെ, സുഹൃതം എല്ലാവർക്കും അറിയാലോ. സുഹൃതം എന്താണ്? ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് സുഹൃതം. 4 ക്ലിയർ ആയോ? അടുത്ത് 18ാമത്തെ ചോദ്യം, പുകവലി ശ്വാസകോശത്തിലെ വായു അറവുകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏത്? എൽസി ആണ്, എലീസ അല്ല കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ഡി, എംഫിസിമിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി, എംഫിസിമിയാണ് ആൻസർ. കിട്ടിയോ? അടുത്ത് ഇതിൽ നിന്ന് അപ്പുറം ഒരു ചോദ്യം എക്സാമിന് ചോദിക്കാതെ എനിക്ക് ഉറപ്പുണ്ട്. അത്രയും ചോദ്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. 19ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും
ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയുക. ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ? ഓപ്ഷൻ ഏതാ? 19 ഓപ്ഷൻ എ ഏതാണ്? ഓപ്ഷൻ സി അല്ലെ, 1 ഉം 2 ഉം. ഹീമോഫിലിയ ആണോ? അല്ല.